കോട്ടയത്തെ ഒരു സമരത്തിലേക്കാണെന്ന് പറയാം. അടുത്തിടെ കേരളം കണ്ട ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്നായിരുന്നു കേരയിൽ പദ്ധതിക്കെതിരെ അവിടെ നടന്നത്. സമരത്തിന്റെ അലയൊലികൾ അവസാനിച്ചെങ്കിലും കേരയിലിനെതിരെ ഇപ്പോഴും എരിയുന്ന ഒരു കനലുണ്ട് കോട്ടയത്ത്. സർവേക്കല്ലുകൾ ഇടാനെത്തിയവരെ ആദ്യം തടഞ്ഞ് പ്രതിഷേധിച്ച മാടപ്പള്ളി എന്ന ഗ്രാമത്തിൽ ഇപ്പോഴും ആ കനൽ എരിയുന്നുണ്ട്. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഒരായുസ് കൊണ്ടുണ്ടാക്കിയ വീടും പുരയിടവുമെല്ലാം നഷ്ടപ്പെടുമെന്ന ആശങ്ക. ആ ആശങ്കയിൽ നിന്നായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധങ്ങൾ ഉയർന്നത്. അതെ, കേരയിൽ വിരുദ്ധ സമരം. ആ സമരത്തിന് തുടക്കം കുറിച്ച മാടപ്പള്ളിയിൽ ഇപ്പോഴും സമരം തുടരുകയാണ്. അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇതാണ് മാടപ്പള്ളിയിലെ മുണ്ടുകുഴി എന്ന് പറയുന്ന സ്ഥലം. 2 വർഷം മുൻപ് കേരളിന്റെ സർവേ കല്ലുകൾ സ്ഥാപിക്കാൻ ഇവിടെ എത്തിയവരെയാണ് സ്ത്രീകളും നാട്ടുകാരും ചേർന്ന് തടഞ്ഞത്. പിന്നീട് പോലീസ് ലാത്തി വീശി പലരെയും അറസ്റ്റ് ചെയ്തു. അന്ന് സമരം അടിച്ചമർത്താൻ സാധിച്ചെങ്കിലും കേരളത്തിലുടനീളം നടന്ന കേരയിൽ വിരുദ്ധ സമരങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു മാടപ്പള്ളിയിലെ പ്രതിരോധം. നിർദ്ദിഷ്ട പാത കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ ആൾക്കാർക്ക് സ്ഥലം ക്രയവിക്രയം ചെയ്യുവാനോ ബാങ്കിൽ ലോൺ വെക്കുവാനോ സാധിക്കുന്നില്ല. അവർക്ക് അവിടെ ജീവിക്കാം, മരിച്ചാൽ കുഴിച്ചിടാം എന്നുള്ളൊരു സ്ഥിതി മാത്രമേ അവർക്ക് സാധ്യമാകുന്നുള്ളൂ. സിൽവർ ലൈൻ പദ്ധതി വേണ്ടേ വേണ്ട, സിൽവർ ലൈൻ പദ്ധതി വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട, സിൽവർ ലൈൻ ഇവിടാർക്കും വേണ്ട, സിൽവർ ലൈൻ ഇവിടാർക്കും വേണ്ട, ഒരു തരി മണ്ണും വിട്ടു തരില്ല. 750 ദിവസം പിന്നിട്ടിരിക്കുന്നു മാടപ്പള്ളിയിലെ സമരപ്പന്തലിലെ സമരം. പ്രധാന ആവശ്യം സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടിറക്കിയ ഉത്തരവുകൾ പിൻവലിച്ച് പദ്ധതിയിൽ നിന്നും പൂർണ്ണമായി പിന്മാറണമെന്നായിരുന്നു. അതോടൊപ്പം മാടപ്പള്ളി സമരത്തിലെടുത്ത കേസുകൾ പിൻവലിക്കണമെന്നൊരാവശ്യവും സമരക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ലോൺ എടുക്കാനോ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനോ ഒരു വീടിന്റെ കടം വീട്ടാനോ ഒന്നും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അത് വർഷം 2-3 ഞങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. അത് സമരം പിൻവലിക്കുന്നവരെ ഞാൻ ഇതിനകത്തുണ്ട്, മുൻനിരയിലുണ്ട്. കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏതാണ്ട് 500ഓളം യൂണിറ്റുകളുണ്ട് സമരസമിതിയുടെ. ആ സമരസമിതി യൂണിറ്റുകളിൽ ഈ സന്ദർഭത്തിൽ വിവിധ സ്വഭാവത്തിലുള്ള സമര പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സമരസമിതി അശേഷം സമരത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല, അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതുപോലെയുള്ള പല പുരയിടങ്ങളിലും അന്ന് സർവേ കല്ല് സ്ഥാപിച്ചിരുന്നു. അതെല്ലാം സമരക്കാർ പിടിതെറിഞ്ഞു. 20 ലക്ഷത്തോളം പേരെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്നാണ് സമരസമിതി പറയുന്നത്. കേന്ദ്ര സർക്കാർ പച്ചക്കൊടി കാണിക്കാതിരുന്നിട്ടും സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു എന്ന ചോദ്യവും സമരക്കാർ ഉന്നയിക്കുന്നുണ്ട്. കേരളത്തിന്റെ സ്വാഭാവികമായ പരിസ്ഥിതിയെയും സാഹചര്യങ്ങളെയും അതിന്റെ പ്രത്യേകതകളും സവിശേഷതകളും അശേഷം പരിഗണിക്കാതെ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് വികസനമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. 8 ലക്ഷത്തിനകത്ത് പകുതിയെങ്കിലും കെട്ടിടങ്ങൾ ഒഴിപ്പിക്കപ്പെടും. അതിൽ പകുതിയെങ്കിലും വീടുകളാണെങ്കിൽ 4 ലക്ഷം. ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 20 ലക്ഷം ആളുകൾ കുടിയിറക്കാൻ പോകുന്നൊരു പ്രോജക്റ്റാണിത്. ഞങ്ങൾ ഒട്ടും അതിശയോക്തി പറയുന്നതല്ല. DPRും അനുബന്ധ രേഖകളും ഉദ്ധരിച്ച് നമ്മൾ എടുത്തൊരു കണക്കിനെ ആസ്പദമാക്കിയാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പൊ കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കുടിയിറക്കാണ് ഈ പദ്ധതിയിലൂടെ വരാൻ പോകുന്നത്. മാടപ്പള്ളിയിലെ ആ സമര ദിവസം ഏറെ ചർച്ച ചെയ്ത ഒരു സ്ത്രീയുണ്ട്, ഒരു വീട്ടമ്മ, റോസലിൻ. നടു റോഡിലൂടെ പോലീസ് വലിച്ചിഴച്ചുകൊണ്ട് പോകുമ്പോൾ കേരളം ഒന്നടങ്കം ആ സ്ത്രീക്ക് വേണ്ടി വാദിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനായത്.
എന്നോടൊപ്പം റോസ്ലിനും ചേരുന്നുണ്ട്. ഞാനായിരുന്നു എൻ്റെ വീടിൻ്റെ അത്താണി. 17 വർഷം ഞാൻ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെയും കുഞ്ഞുങ്ങളുടെയും കൂടെ സ്വസ്ഥമായി സമാധാനത്തമായി ഉള്ളത് കൊണ്ട് ജീവിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ്. ഇവിടെ വന്ന് ഞങ്ങളൊരു കട പണിത് അത് ലോൺ എടുത്താൽ നടന്നിരിക്കുന്നത്. എൻ്റെ ആ കടയും എൻ്റെ വീടും പോകും. എൻ്റെ വീടിൻ്റെ മുന്നിൽ എനിക്കിരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ ആ ഒരു കേസ് എടുത്തിട്ടുണ്ട്. അത് കാരണം എനിക്ക് ജോലിക്ക് പോകാനും പറ്റുന്നില്ല, വിദേശങ്ങളിൽ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ അതുപോലെ എന്നെപ്പോലെ തന്നെ ഒത്തിരി പേര് ഈ കേസ് മുഖാന്തരം ജോലിക്ക് പോകാൻ പറ്റാതെ ഉണ്ട്. വികസനമെന്നാണ് സർക്കാർ പറയുന്നത്. ആ വികസന പദ്ധതി ഈ ജനങ്ങളുടെ ഉള്ളിൽ തീ കോരിയിട്ടത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമരവുമായി ഇവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. മാടപ്പള്ളി, ഇപ്പോഴും ആ സമരമുണ്ട്, ആ ആവശ്യമുണ്ട് എന്നറിയുമ്പോഴാണ് അതിന്റെ വേദന നാട്ടുകാർ എത്രമാത്രം അനുഭവിച്ചിരുന്നു എന്ന് മനസ്സിലാവുക.